തെരഞ്ഞെടുപ്പിന് ശേഷം എസ്.എൻ. ട്രസ്റ്റിൽ വെള്ളാപ്പള്ളി വിഭാഗവും എതിർപക്ഷവും തമ്മിലുള്ള പോര് മുറുകുന്നു. വെള്ളാപ്പള്ളി പക്ഷത്തിനെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്കുമാർ ഉണ്ണി വിഭാഗം. തന്നെ എതിർത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ സമുദായ ദ്രോഹികളാണെന്ന നിലപാടിലാണ് ട്രസ്റ്റ് സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ. തെരഞ്ഞെടുപ്പ് വിജയത്തോടെ എതിർപക്ഷത്തിനോടുള്ള നിലപാട് കൂടുതൽ ശക്തമാക്കിയതാണ് വെള്ളാപ്പള്ളി നൽകുന്ന സൂചന. 7 തവണ എസ്.എൻ. ട്രസ്റ്റ് തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട് 21 വർഷം ട്രസ്റ്റിനെ നയിച്ച വെള്ളാപ്പള്ളി നടേശന് 8ാം തവണ അധികാരത്തിൽ വരാൻ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നു. ഇതിലുള്ള അമർഷം വെള്ളാപ്പള്ളി നടേശൻ മറച്ചുവെക്കുന്നില്ല. എതിരാളികളോടുള്ള മനോഭാവം എന്തെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ കൃത്യമായി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. അഭിപ്രായ വ്യത്യാസങ്ങൾ പറയേണ്ട വേദിയിൽ വന്ന് പറയാതെ അതെല്ലാം നമ്മുടെ പല്ലുകുത്തി അന്യനെ മണപ്പിക്കുന്ന ഒരു സംസ്കാരം, ചില സമുദായ ദ്രോഹികളെന്ന് തന്നെ പറയാം, വളരെ തരം താന്ന ലഘുകൾ. എതിരാളികളോട് പ്രത്യേക വിദ്വേഷമുണ്ടാവില്ലെന്ന് പറഞ്ഞെങ്കിലും അവരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്ന ചോദ്യത്തിന് വെള്ളാപ്പള്ളി കൃത്യമായ മറുപടി നൽകിയില്ല. ട്രസ്റ്റ് തെരഞ്ഞെടുപ്പ് നീതിപൂർവമല്ല നടന്നതെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള നടപടികളാണ് ആദ്യം ആലോചിച്ചിരുന്നതെങ്കിലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള കേസുകളുമായി മുന്നോട്ടു പോകാനാണ് ഇപ്പോഴത്തെ ധാരണ. ഭാരവാഹി നിർവാഹക സമിതി തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടെങ്കിലും 2 മേഖലകളിൽ നിന്നായി ട്രസ്റ്റിൽ 14 അംഗങ്ങളുണ്ടെന്നതിന്റെ ആത്മവിശ്വാസം ഇപ്പോൾ രാജ്കുമാർ ഉണ്ണി വിഭാഗത്തിനുണ്ട്. ഇരു വിഭാഗങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകുമ്പോൾ എസ്.എൻ. ട്രസ്റ്റിന് വരാനിരിക്കുന്ന ദിനങ്ങൾ അത്ര ശാന്തിയുടെയും സമാധാനത്തിന്റേതും ആയിരിക്കില്ലെന്നാണ് സൂചന. കൊല്ലം ബ്യൂറോയ്ക്കൊപ്പം ടി.കെ. ഹരീഷ്, മീഡിയ 1, ആലപ്പുഴ.